skin, you can see it beat, intoxicating your energy. Hey guys, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു തയ്യൽ തൊഴിലാളിയുടെ മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാനും ചേച്ചിയും കൂടെയാണ് അത് പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അത് കുറച്ച് ഫോം ഫിൽ ചെയ്യണം പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അവിടുത്തെ വയലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ച് വയലും ആ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോയി കാണുന്നതും പിന്നെ നമ്മളെന്തൊക്കെ ചെയ്യും ഈവനിങ്ങിൽ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് എടുത്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഞാനും ചേച്ചിയും കൂടെ സ്കൂട്ടിയിലാണ് വന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വീടെത്തി. അവിടെ ചെന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ വീടിന് തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ പഠിച്ച സ്കൂള്. അതിന് തൊട്ട് ഫ്രണ്ടിലാണ് വയൽ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. അതിനുശേഷം അവിടുത്തെ വയൽ കൊള്ളാത്തതുകൊണ്ട് വേറൊരു വയലിൽ പോയി. ഈ വയലിലാണെങ്കിൽ വെള്ളത്തിൽ നിറച്ച് അഴുക്കായിരുന്നു. അതുകൊണ്ട് ഒന്നും അത്ര സുഖമില്ലായിരുന്നു കാണാനായിട്ടൊന്നും. പണ്ട് കാണുന്ന ഒരു വയലൊന്നും അല്ലായിരുന്നു ഇത്. ഇപ്പം മാറി ഒരുപാട്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആരും ഇല്ല ഗൈസ്, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ലൈക്ക് വെള്ളം ഗൈസ്. ഞാൻ ഈ വയലല്ല ആക്ച്വലി കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു, മറ്റേ വയലാണ്. പക്ഷെ അവിടെ വയലൊന്നും ഇല്ല ഇപ്പോൾ കാണാനും വേണ്ടി. പക്ഷേ ഇവിടെ ഇങ്ങനെ നല്ല കാട് പോലെ വരുന്നുണ്ട്. അതേ വാഴത്തോപ്പ്, അവിടെ ഒരു മമ്മനുണ്ട് ഗൈസ്. നമ്മൾ വയലിലോട്ടെത്തി. പക്ഷേ ഇത് നോക്കി ഇവിടേക്ക് കുത്തൊക്കെ അരിഞ്ഞിരിക്കുന്നു, മൊത്തം കരിഞ്ഞിരിക്കുന്നു. വയലെത്തി. പണ്ടത്തെ പോലെ വയലൊന്നും ഒരു രസമില്ല. നമുക്ക് വെള്ളമൊന്നുമില്ല ഇവിടെ. അപ്പുറത്തോട്ടാണെങ്കിൽ വെള്ളമുണ്ട്, പക്ഷേ അഴുക്ക വെള്ളം മൊത്തം പോയി. ഇവിടെ ഫുൾ വാഴക്കൃഷിയാണ്. കൊള്ളത്തില്ല, അത്ര രസമൊന്നുമില്ല. അവർ രണ്ട് മാമന്മാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നവരുടെ എനിക്കങ്ങനെ അപരിചിതരെ പെട്ടെന്ന് കാണുമ്പോൾ സംസാരിക്കുന്ന ആ ഒരു ഇത് കുറവാണ്. അത് കൂട്ടണം. അപ്പോൾ ചില സ്ഥലത്ത് ചീരയൊക്കെ ഉണ്ട്. ചീര ഇങ്ങനെ അവിടെ ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് നേരത്തെ നട്ടേൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ വലയൊക്കെ വെച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ. ആ വല ഇട്ടിട്ട് അതിൻ്റെ താഴെയാണ്. വേറെ എന്തോ ഇവിടെ ഒന്നുമില്ല കാണിക്കാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, പകുതി ഉണങ്ങിയിരിക്കുന്നു, കുറേയൊക്കെ കരിഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല ഗൈസ്, ഒരു കുന്തമില്ല ഇവിടെ. ഞാൻ ഇത്തിരി അങ്ങോട്ട് നടന്നിട്ടും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. കുറച്ച് കാടും കാര്യങ്ങളും, ആരും ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ. ആരൊക്കെ സമയം ഒന്നുമില്ല. കപ്പപ്പഴമുണ്ട്. കപ്പപ്പഴം, ഏത്തപ്പഴം, കപ്പപ്പഴം. നടന്നങ്ങ് അപ്പുറം എത്തുമെന്ന് ചോദിക്കുമായിരുന്നു. കാരണം നമ്മൾ വണ്ടി എവിടെ വെച്ചിട്ട് നടക്കുന്നത് ഇങ്ങോട്ട് വരായിരുന്നു. അങ്ങനെ നടന്ന് അപ്പുറം എത്തിയാൽ ഇതേപോലെ ഇപ്പുറം വരേണ്ടി വരും. ഈ തോന്നുന്നു ഇവിടെയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. അല്ല, വേറെ എവിടെയെങ്കിലും എന്ന് വെച്ചാൽ വയലല്ല, വേറെ എന്തെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത് മാത്രം കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. അങ്ങനെ വേറെ എന്തെങ്കിലും കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് തിരിഞ്ഞു വന്നപ്പോഴാണ് അപ്പൂപ്പന്മാർ ചോദിക്കുന്നത് നമ്മുടെ വീഡിയോ എടുക്കുന്നില്ല. അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങ് സന്തോഷമായി. എനിക്ക് പിന്നെ ഇവരും കൂടെ വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പൂപ്പന്മാർ വലിയ സന്തോഷത്തിൽ വന്ന് നിന്ന് വീഡിയോയ്ക്ക് പോസൊക്കെ ചെയ്തു തന്നു. എനിക്കത് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. സോ ഗൈസ്, അപ്പോൾ എനിക്ക് ഇത്ര വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം വയലൊന്നും അത്ര പോരാ. ഇപ്പം എല്ലാം പോയി വയലൊക്കെ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് വയലൊക്കെ പോയി, നശിച്ചു പോയി. നമ്മളവിടെ 2 അപ്പൂപ്പന്മാരെയൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. അവരെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഭയങ്കര വയലിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അങ്ങ് സങ്കടപ്പെട്ടു. പക്ഷെ വയൽ കണ്ടിട്ടേ അങ്ങ് വിഷമിച്ച് വരുമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു അപ്പൂപ്പനായിട്ട് സംസാരിച്ചു എന്ന്. അപ്പം തിരിഞ്ഞിങ്ങനെ നടന്നു വന്നപ്പോഴാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പൂപ്പന്മാരെ വീഡിയോസ് എന്താ എടുക്കാത്തത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എങ്കിൽ നമുക്ക് അപ്പൂപ്പന്മാരെ വീഡിയോ എടുത്താലോ. അപ്പോൾ അപ്പൂപ്പന്മാരെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു പോസ് ചെയ്ത് തരുമെന്ന്. ഞാൻ അത് ആ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം പോസ് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോഴാണ് പാവങ്ങൾ പോസ് ചെയ്തത്. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പൂപ്പന്മാരെ കണ്ടിട്ട്. കാരണം എന്താണ് ഒരു ഫ്രണ്ട്ലി അപ്പൂപ്പന്മാർ.
എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എന്താ, പിന്നെ വീഡിയോ എടുത്തു. പിന്നെ അമ്മേനെ പഠിപ്പിച്ചിട്ടുള്ള സാറാണ്, അപ്പോൾ അമ്മയുടെ മാഷാണ്. അങ്ങനെ അമ്മേൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ വീട് പരിചയപ്പെടുത്തുന്ന അപ്പുറത്തെ മാമൻ്റെ വീടിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. ആധാരെഴുത്ത് വിജയൻ മാമൻ എന്ന് പറഞ്ഞാൽ മിക്കുള്ളവർക്കും അറിയായിരിക്കും. ആ മാമൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെന്നാണ് നമ്മളെപ്പോഴും പറയാറ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന് മനസ്സിലായി. അപ്പോൾ ചോദിച്ചു ഷീബയുടെ ആരെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഷീബയുടെ മക്കൾ എന്ന് പറഞ്ഞ അപ്പൂപ്പനെയൊക്കെ പരിചയപ്പെട്ട്. അപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്. അങ്ങനെയെങ്കിലും എനിക്ക് പെട്ടെന്ന് പോകാൻ പരിചയപ്പെട്ടപ്പം സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സത്യത്തിൽ ഇതൊരു ഉഡായിപ്പ് വീഡിയോ ആണ്, എന്നാലും ഞാൻ ഇടണം എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് ഇതിൽ കൂടുതൽ വലിയ കണ്ടൻറ്റൊന്നും ഞാൻ എങ്ങും പോകാറൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും, എന്നാലും ഞാൻ ആ കണ്ടൻറ്റ് ഒപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ, താങ്ക് യു, സീ യു.